നമസ്കാരം സുഹൃത്തുക്കളെ. ഓച്ചിറയിൽ അങ്ങനെ 28ാം ഓണത്തിൻ്റെ ആളും അരകവും എല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇതുണ്ട്, പള്ളിയുടെ ഗൗരവവും അമ്പലത്തിൻ്റെ ഗൗരവവും നമുക്ക് ഒരു ഫ്രെയിമിൽ കിട്ടുവാണ്. ഇതേപോലത്തെ ഒരു കാഴ്ച നമുക്ക് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. രണ്ട് ഗൗരവവും നമുക്ക് ഒരേപോലെ ഒരു ഫ്രെയിമിൽ എടുക്കാൻ പറ്റുന്നത്. ഇപ്പോൾ 28ാം ഓണത്തിൻ്റെ തിരക്കൊക്കെ ഒഴിഞ്ഞ് കാളയെല്ലാം അവർ പൊളിച്ചു കൊണ്ടുപോയി. ഇനി ശേഷിക്കുന്ന ഒന്നാമനും രണ്ടാമനും ഒക്കെ ആയിട്ടുള്ള 3 കാളകളാണുള്ളത്. 1-ാം നമ്പർ, 2-ാം നമ്പർ, 3-ാം നമ്പർ, അങ്ങനെ 3 കാളകൾ പൊളിച്ചു തീർന്ന്, 2 പൊളിച്ചു തീർന്ന് 3-ാമത്തെ കച്ചി ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഫ്രെയിമിൽ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ കച്ചി എത്രയും കയറാതിരിക്കാന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറയുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഫ്രെയിമിൽ ചെയ്തേക്കുന്നത്. എല്ലാവരും അങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാളയുടെ വെയിറ്റ് കുറയും. അപ്പോൾ 28ാം ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഓച്ചിറക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത മാസം 17-ാം തീയതി വീണ്ടും നമ്മൾ ഉത്സവം ആഘോഷിക്കാൻ തുടങ്ങും. വൃശ്ചിക 1 നവംബർ 17-ാം തീയതി. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ഉത്സവം വന്നു തുടങ്ങി. ഇന്ന് 17 അടുത്ത 17-ാം തീയതി, നവംബർ 17-ാം തീയതി നമുക്ക് വീണ്ടും അടുത്ത ഉത്സവം. ഓച്ചിറക്കാരെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഉത്സവം നവംബർ 17-ാം തീയതി വൃശ്ചിക 1 ആണ്. അപ്പോൾ വൃശ്ചിക ഉത്സവം ഓച്ചിറ 12 ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവമാണുള്ളത്. 1 മുതൽ 12 വരെ നമുക്ക് അതിഗംഭീരമായ ഉത്സവങ്ങൾ, കാർണിവലും സർക്കസും അതും ഇതും എല്ലാം വരുന്ന വലിയ ഉത്സവമാണ്. കുടിലിയെട്ടി, ആയിരങ്ങൾ കുടിലിയെട്ടി ഭജനമിരിക്കുന്ന ഉത്സവമാണ് അടുത്തത് നമുക്ക് ഓച്ചിറക്കാരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇന്ന് ഇതുവഴി വന്നപ്പോൾ കാളയെല്ലാം പൊളിച്ചു കൊണ്ടുപോയ ഒരു വീഡിയോ എടുത്താണ്. ആ അമ്പലമില്ലാതെ ആൽത്തറയിലാണ് വാഴുന്ന ഓച്ചിറയിൽ. മൊത്തം മരങ്ങൾ, നല്ല പച്ചപ്പ് ഇങ്ങനെ നിൽക്കുന്നു. മരങ്ങളൊക്കെ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള വലിയ മരങ്ങൾ നമുക്ക് പന്തളിച്ചിങ്ങനെ നിൽക്കുന്നു. നോക്ക്, എന്താ എത്ര ഏരിയയിലാണ് അത് വികസിച്ചിങ്ങനെ നിൽക്കുന്നതെന്ന് നോക്കുക. ആലും മരങ്ങളും അപ്പം മനോഹരമായ ആ കാഴ്ചകൾ ഞാനൊന്ന് പകർത്തി ചെയ്ത്. അന്നദാന മന്ദിരവും ഇവിടെയാണ്. അന്നദാന മന്ദിരം നമുക്ക് നേർച്ച അന്നദാനം നടത്തണമെന്നുണ്ടെങ്കിൽ നേർച്ച രസീത് എഴുതിക്കുന്ന മന്ദിരമാണിത്. പുറത്തുനിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് അറിയത്തില്ലെങ്കിൽ അന്നദാന മന്ദിരത്തിൽ വന്ന് നമുക്ക് അന്നദാനത്തിന് വേണ്ടി കഞ്ഞി നടത്താനോ ഊണിനോ ഒക്കെ രസീത് എഴുതാം. ഇപ്പോൾ ഗോപുരം ഇനിയിപ്പം പെയിൻ്റ് അടിയൊക്കെ വരേണ്ടതാണ്. കഴിഞ്ഞ വർഷം അടിച്ചുകൊണ്ട് ഈ വർഷം ഉണ്ടോ എന്ന് അറിയത്തില്ല. വൃശ്ചിക ഉത്സവത്തിന് മുമ്പായിട്ട് പെയിൻ്റ് അടിയൊക്കെ നടക്കുന്നതാണ്, എല്ലാ വർഷവും ഉള്ളതാണ്. ഇത് ഗണപതി അമ്പലമാണ്. ഗോപുരത്തിൻ്റെ അടിക്ക് ഇത് ബസ്സിനകത്ത് നിന്ന് ഇറങ്ങി നേരെ ഗണപതി അമ്പലത്തിലോട്ട് കയറി അവിടെ നിന്നാണ് പിന്നെ പടിഞ്ഞാട്ട് നടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും 28ാം ഓണ കാഴ്ചകളെല്ലാം നമ്മൾ പിടിച്ചെടുത്ത് കാണിച്ചിരുന്നു. അടുത്ത തന്നെ വൃശ്ചിക ഉത്സവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നമുക്ക് 1 മാസം കഴിയുമ്പോൾ ഓച്ചിറ അമ്പലത്തിൽ അടുത്ത ഉത്സവം സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് 12 ദിവസം നീണ്ടിരിക്കുന്ന ഉത്സവമാണ്. 12 എന്നുള്ള മെയിൻ 12 ദിവസം കഴിഞ്ഞാലും ആൾക്കാരൊന്നും പോകത്തില്ല. കച്ചവടക്കാരും പിന്നെ ഷോക്കാരും ഒക്കെ കുറേ ദിവസം കൂടെ കാണും. കച്ചവടക്കാർ പിന്നെ 41 വിളക്ക് വരെ തന്നെ കാണും കടയൊക്കെ. സർക്കസൊക്കെ പൊളിച്ചോട്ട് പോയാലും കച്ചവടക്കാർ അന്നേരേ പോകത്തുള്ളൂ. ഇത് കണ്ടോ, പള്ളിയുടെ ഗൗരവവും നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ തൊട്ടടുത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ അമ്പലത്തിൻ്റെ ഗൗരവവും ഇതുണ്ടോ, പള്ളിയുടെ ഗൗരവം താജ്മഹൽ പോലെ പൊങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു. വീണ്ടും ഒരു ഉത്സവത്തിൽ കാണാം.